നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റിൽ നമുക്ക് ബോട്ടിലാണ് ആവശ്യമുള്ളത്. പഴയ ഏതെങ്കിലും ബോട്ടിൽ എടുക്കുക. ഞാനിവിടെ കംഫർട്ടിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ വൈൻ ബോട്ടിലോ ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഈ കവറൊന്ന് അഴിച്ച് മാറ്റുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കവർ അഴിച്ച് മാറ്റുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ അടപ്പ് നമുക്ക് ആവശ്യമില്ല, അതും ഞാൻ അഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് മുട്ടത്തോടാണ്. മുട്ടത്തോട് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ ബോട്ടിലിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുട്ടത്തോട് അത്യാവശ്യം ഒരു വലിയ പീസായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഈ ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുത്ത് ഒട്ടിക്കണേക്കാളും നല്ലത് അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ട് മുട്ടത്തോട് പൊട്ടിച്ചെടുത്തിട്ട് ഈ ബോട്ടിലിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഈ ബോട്ടിലിൽ മുഴുവനായിട്ടും ഈ മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുക. അധികം ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഒട്ടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റോ എന്ത് വേണമെന്ന് വെച്ചാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു സ്പഞ്ച് യൂസ് ചെയ്താണ് പെയിൻറ്റ് ചെയ്യണത് കേട്ടോ. ആദ്യം തന്നെ ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പർപ്പിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഈ പർപ്പിളിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റാക്കി കൊടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്യണത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് പെയിൻറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നമുക്ക് ഫ്ലവർ വേസ് ആയിട്ടും ഷോ പീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.